LEDs are really amazing, അല്ലേ? LED മാത്രം കണ്ടുകൊണ്ട് ഇലക്ട്രോണിക്സിലേക്ക് വന്നിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. നമ്മൾക്ക് ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. വെൽക്കം ബാക്ക്. ഹോബി സർക്യൂട്ടിൻ്റെ ഒരു സെഷനാണ് LED ചേസർ. നമ്മൾക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. CD4017 നമ്മൾക്ക് ബോർഡിലേക്ക് എടുത്ത് വയ്ക്കാം. പിൻ നമ്പർ 16 ആണ് പവർ. 16 പവർ ലൈനിലേക്ക് കൊടുത്തു. പിൻ നമ്പർ 8 ആണ് ഗ്രൗണ്ട്. പിൻ നമ്പർ 13 ക്ലോക്ക് ഇൻഹിബിറ്റ് ആണ്, അതുകൂടി ഗ്രൗണ്ട് ചെയ്യണം. 9, 10, 11, 12, 13. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് പിൻ നമ്പർ 3യിലാണ്, ഫസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ പിൻ നമ്പർ 3യിൽ നിന്ന് ഒരു LED. ഓക്കെ, അപ്പോൾ LEDs കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടുത്തെ താഴത്തെ ഗ്രൗണ്ട് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നമ്മൾക്കൊരു 4 LEDs കൊടുക്കാം. പിൻ നമ്പർ 3 ഫസ്റ്റ് ഔട്ടായിട്ട് എടുക്കാം. പിൻ നമ്പർ 3 എന്ന ഒരു റെസിസ്റ്റർ ത്രൂ നമ്മൾക്കൊരു വയർ പിൻ നമ്പർ 3യിലേക്ക്. നെക്സ്റ്റ് പിൻ നമ്പർ 2ൽ നിന്നാണ് അടുത്ത ഔട്ട്പുട്ട്. പിൻ നമ്പർ 2 രണ്ടാമത്തെ LED കണക്ട് ചെയ്തു. അടുത്ത പിൻ നമ്പർ 4 ആണ്. പിൻ നമ്പർ 4 മൂന്നാമത്തെ LED കണക്ട് ചെയ്തു. ഇനി പിൻ നമ്പർ 7 ആണ് അടുത്ത ഔട്ട്പുട്ട്. പിൻ നമ്പർ 7 അടുത്ത ഔട്ട്പുട്ട് കണക്ട് ചെയ്തു. ഇനി അടുത്ത ഔട്ട്പുട്ട് പിൻ നമ്പർ 10 എന്നാണ് വരുന്നത്. ഇതിൽ നിന്ന് 10 ഔട്ട്പുട്ട് വരെ എടുക്കാൻ പറ്റും. നമ്മൾ 4 എണ്ണമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 5ാമത്തെ ഔട്ട്പുട്ടിനെ നമ്മൾക്ക് ഇൻറ്റേർണലി റീസെറ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ പിൻ നമ്പർ 10 എന്ന് മാസ്റ്റർ റീസെറ്റ് 15ലാണ്. 9, 10, 16ൻ്റെ തൊട്ട് മുമ്പുള്ളത് 15. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡയോഡ് ത്രൂ ഞാനതിനെ കണക്ട് ചെയ്തു. തിരിച്ച് ഇങ്ങോട്ട് നമ്മൾക്ക് പവറൊന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് മാത്രം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്. റീസെറ്റിന് നമുക്ക് ബാക്കിയുള്ള ടൈമിൽ പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റർ കൂടി വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ പവർ ഓൺ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനൊരു ക്ലോക്ക് കൊടുക്കണം. അപ്പോൾ പിൻ നമ്പർ 14ലാണ് ക്ലോക്ക് കൊടുക്കുന്നത്. പിൻ നമ്പർ 14നെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നമുക്കതിനൊന്ന് പുൾ ഡൗൺ ചെയ്യാം, ഒരു റെസിസ്റ്റർ ത്രൂ പുൾ ഡൗൺ ചെയ്യാം. ഇനി നമുക്കൊരു സ്വിച്ച് വഴി നമ്മൾക്ക് ഇതിനെ പൾസ് കൊടുക്കാം. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ റെസ്പോൺസ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഒന്നാമത്തെ LED ഓൺ ആയല്ലേ. ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം. ഓക്കെ, സെക്കൻഡ് LED, തേർഡ് LED, 4ത്തും കത്തിയിട്ട് വീണ്ടും 1ലേക്ക് വന്നു അല്ലേ പെട്ടെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ അമർത്തുന്നു, എടുക്കുന്നു, ഇത്രയും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ടൈമിനൊന്ന് ഇലേബറേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മില്ലി സെക്കൻഡ്സിനകത്ത് നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് കണക്ഷൻ ക്ലോസ് ഓപ്പൺ അങ്ങനെ സ്വിച്ച് പലതവണ പ്രസ് ചെയ്യുന്നൊരു എഫക്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്കൊരു കപ്പാസിറ്റർ വെച്ചാൽ മതിയാവും. ഇനി പ്രസ് ചെയ്ത് നോക്കാം. റൈറ്റ്, 2, 3, 4, അഗെയിൻ 1, 2, 3, 4 ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടല്ലേ. ഞാൻ ബട്ടൺ അമർത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ സർക്യൂട്ടും ഇമേജും നമ്മൾക്ക് ബ്ലോഗിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമ്മൾക്ക് ആക്ച്വലി ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു.
ഓക്കെ, ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി ബട്ടൺ എനിക്ക് പ്രസ് ചെയ്യേണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കണം. നമുക്കിതെങ്ങനെ ചെയ്യാം? പലർക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതിനു മുമ്പ് ചെയ്ത 555 ഐസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അത് പല സർക്യൂട്ടുകൾക്കും ഹാർട്ട് ബീറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സംഗതി ഞാനിവിടെ റിമൂവ് ചെയ്തിട്ട്, അതായത് ബട്ടണോടനുബന്ധിച്ച സംഗതികളും ഞാൻ റിമൂവ് ചെയ്യുന്നു. പകരം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്ലോക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ 555 വെച്ചിട്ട് നമുക്കിവിടെ സർക്യൂട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ പഴയ അതേ റിപ്പീറ്റേഷൻ. നമുക്കൊരു LED വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു 1 കിലോ ഓംസ് റെസിസ്റ്റർ ത്രൂ പിൻ നമ്പർ 3ൽ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് ഇതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾക്ക് സർക്യൂട്ട് 1ൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി റെഡിയാണ്. നമ്മൾക്ക് ആവശ്യം ഇതിനെ എടുത്തിട്ട് നമ്മൾക്ക് സെക്കൻഡ് സർക്യൂട്ടിനെ നമ്മൾക്ക് ട്രിഗർ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ പിൻ നമ്പർ 3ൽ നിന്ന് നമുക്ക് ക്ലോക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ LED റിമൂവ് ചെയ്യാണ്. ഞാൻ ഇടയ്ക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓടി കളിക്കുന്നുണ്ടല്ലേ, അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മൈക്രോ സിഗ്നൽസൊക്കെ എടുത്തിട്ടാണ് അത് ഓടുന്നത്. ഇപ്പോൾ നോക്കാം. യെസ്, ഇവിടെ ക്ലോക്ക് കിട്ടുന്ന അതേ സ്റ്റൈലിൽ അവിടെ LEDs മാറുന്നുണ്ടല്ലേ. വെറുതെ നമുക്ക് വേണമെങ്കിൽ ഈ റെസിസ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ക്ലോക്കാണ്, അവിടുത്തെ ഒരു ചേഞ്ച്. നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഡീക്കേഡ് കൗണ്ടറാണ്, മനസ്സിലായോ? IC CD4017 അകത്ത് ആക്ച്വലി ഒരു ഡീക്കേഡ് കൗണ്ടറാണുള്ളത്. നമ്മൾ വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളവർക്ക് വേറെ കുറേ കൗണ്ടറുകൾ അറിയാം. റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, ചിന്നപ്പ കൗണ്ടർ ഇല്ല. ഓക്കെ, വേറെ കുറേ കൗണ്ടറുകളുണ്ട്. നമ്മൾ വരെ കൺഫ്യൂഷൻ ആവണ്ട. ഇതൊരു ഡീക്കേഡ് കൗണ്ടറാണ്. ഇതിനായിട്ട് നമ്മൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ബൈ ബൈ.